من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فبشر عباد الذين يستمعون القول فيتبعون قال الله عز وجل ബഹുമാനപ്പെട്ട കാരണവന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, സഹപാഠികളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടെ നമ്മൾ ആരംഭിച്ച ഈ ഹദീസ് പഠന ക്ലാസ് അതിൻ്റെ 29ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 28 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത്തായ ഗ്രന്ഥമായിരുന്നു. വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ വിജ്ഞാനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത വിജയം അദ്ദേഹത്തിൻ്റെ അറിവിനെ സംബന്ധിച്ച് അറിവ് സംബന്ധമായിട്ടായിരിക്കും. വിവരമുള്ളവരും വിവരമില്ലാത്തവനും വളരെയേറെ അന്തരമുണ്ട്. വിവരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം വിവരമുള്ളവൻ്റെ അടുത്തേക്ക് പിശാച് പോലും അടുക്കില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് വിജ്ഞാനം നേടുക എന്നുള്ളത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. നമ്മളൊക്കെ അത് നിർവഹിക്കാൻ ബാധ്യസ്ഥരുമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ ഏത് കണിക കണ്ടാലും അത് സ്വീകരിക്കുകയും അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മൾ നിർവഹിക്കാൻ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ ഹദീസ് പഠന ക്ലാസ് ഓരോ ദിവസവും കൂടുതൽ ആളുകൾ ഇത് കേൾക്കാൻ വരുന്നതിൽ നമുക്കതിയായ സന്തോഷമുണ്ട്. നമ്മൾ ഈ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഏത് മാർഗവും സ്വീകരിച്ചുകൊണ്ട്, ഏതെല്ലാം മാർഗങ്ങളുണ്ടോ, ആധുനിക യുഗത്തിലെ ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് നമ്മുടെ ഈ ഹദീസ് പഠന ക്ലാസ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്കും നമുക്കും ഈ ക്ലാസ് കാരണമായിക്കൊണ്ട് ഒരു പ്രചോദനമാകുകയും അതിലൂടെ ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും ഒരു തരം വാശിയുണ്ടാകുകയും ആ വാശിയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് ദീനീ വിജ്ഞാനം എവിടെ കണ്ടാലും ഏറ്റെടുക്കാനുള്ള ഒരു തരം വാശി നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ വിജ്ഞാന ശാഖകളെ പഠിച്ചുകൊണ്ട്
ആ വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം നമ്മുടെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അധ്യായം 95 ആശംസയും അനുമോദനവും. ആശംസകളൊക്കെ പറയുന്നതിനെക്കുറിച്ച്, അനുമോദിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ബാബ അല്ലാഹു പറഞ്ഞു, വചനങ്ങൾ കേൾക്കുകയും അതിലുള്ള വല്ലതും പിൻപറ്റുകയും ചെയ്യുന്ന അടിമകൾക്ക് നീ സുവിശേഷം അറിയിക്കുക. സുമർ സൂറത്തിലെ 17-18 ആയത്ത്. فبشر عبادي الذين يستمعون القول فيتبعون أحسنه. കാരുണ്യം കൊണ്ടും സംതൃപ്തി കൊണ്ടും ശാശ്വതമായ അനുഗ്രഹങ്ങളുള്ള സ്വർഗം കൊണ്ടും നാഥൻ അവർക്ക് സുവിശേഷം അറിയിക്കുന്നു. തൗബ സൂറത്തിലെ 21 ആയത്ത്. നിങ്ങൾ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് ആഹ്ലാദിക്കുക. ഫുസ്സിലത്ത് സൂറത്തിലെ 30 ആയത്ത്. സഹനശീലനായ ഒരു കുട്ടിയെ നൽകുമെന്ന് നാം അദ്ദേഹത്തിന് അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് സന്തോഷ വാർത്ത അറിയിച്ചു. സഫാത്ത് സൂറത്തിലെ 101 ആയത്ത്. ഇബ്രാഹിം നബിക്ക് നമ്മുടെ സന്ദേശവാഹകൻ സന്തോഷ വാർത്തവുമായി വന്നു. ഹൂദ് സൂറത്തിലെ 69 ആയത്ത്. അദ്ദേഹത്തിൻ്റെ അഥവാ ഇബ്രാഹിം നബിയുടെ പത്നി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഒരു മറയ്ക്ക് പിന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇസ്ഹാഖ് ശേഷം യാഖൂബ് എന്നീ സന്താനങ്ങളെ നൽകുമെന്ന സന്തോഷ വാർത്ത അറിയിച്ചത്. ഹൂദ് സൂറത്തിലെ 71 ആയത്ത്. മെഹ്റാബിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കവേ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. ആര്? സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്. നിശ്ചയം അള്ളാഹു നിങ്ങൾക്ക് യഹ്യായെ നൽകുമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആലി ഇമ്രാനിലെ 39 ആയത്താണ്. ഓ മറിയം, അള്ളാഹു ഒരു സന്താനത്തിന് നൽകുമെന്ന് നിന്നെ സന്തോഷ വാർത്ത അറിയിക്കുന്നുവെന്ന് മലക്കുകൾ വിളിച്ചു പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ആലു ഇമ്രാൻ 45 ആയത്ത്. ഈ വിഷയ സംബന്ധമായിട്ട് ധാരാളം ആയത്തുകളുണ്ട്. പ്രസിദ്ധങ്ങളായ അനവധി ഹദീസുകളും വന്നിട്ടുണ്ട്. സഹീഹിന്റെ കിതാബുകളിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നതുമാണ്. നമ്മൾ ഹദീസിലേക്ക് പ്രവേശിക്കുകയാണ്. 708 അബ്ദുല്ലാഹി ഇബ്നു അബീ ഔഫ് റളിയല്ലാഹു അൻഹു നിവേദനം. ശബ്ദകോലാഹലങ്ങളും ക്ലേശങ്ങളും ഇല്ലാതെ സ്വർഗത്തിൽ മുത്തുകൊണ്ട് നിർമ്മിതമായ ഒരു ഭവനം ലഭിക്കുമെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുവിശേഷം അറിയിച്ചു. ബുഖാരി 47-144, മുസ്ലിം 2433 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം. ഒരിക്കൽ അദ്ദേഹം വീട്ടിൽ നിന്ന് ഉളൂ ചെയ്ത് പുറത്തിറങ്ങിയപ്പോൾ ആത്മഗതം ചെയ്തു, ഇന്ന് ഞാൻ നബിയോടൊപ്പം തന്നെ കഴിയും, വേർപിരിയില്ല. അങ്ങനെ അദ്ദേഹം പള്ളിയിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചു. അവിടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി അങ്ങോട്ട് പുറപ്പെട്ടു. ഹരീസ് കിണറിനടുത്ത് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തി. അവിടുന്ന് മലമൂത്ര വിസർജനം കഴിഞ്ഞു വരുന്നത് വരെ ഞാൻ ഗേറ്റിനരികിലിരുന്നു. അവിടുന്ന് ഉളൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് ചെന്നു. കിണറിന്റെ വക്കിലിരു കാലുകളും തൂക്കിയിട്ടിരിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവിടത്തേക്ക് സലാം പറഞ്ഞ ശേഷം തിരിച്ചു വന്ന് ഗേറ്റിനരികിൽ തന്നെ ഇരുന്നു. ആത്മഗതം ചെയ്തു, ഇന്ന് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാറാവുകാരനായിരിക്കും. അപ്പോഴാണ് പുറത്തു നിന്നാരോ ഗേറ്റിന് മുട്ടിയത്. അതാരാണെന്ന് ഞാൻ ചോദിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരണമുണ്ടായി. താങ്കൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരാൻ അനുവാദം ചോദിക്കുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അദ്ദേഹത്തോട് കടന്നു വരാൻ പറയുക, സ്വർഗം കൊണ്ട് അദ്ദേഹത്തിന് സുവിശേഷം അറിയിക്കുകയും ചെയ്യുക. ഉടനെ ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരാൻ അനുവാദം നൽകിയിരിക്കുന്നുവെന്നും സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുവശത്ത് കിണറിന്റെ വക്കിൽ അവിടുന്ന് ഇരിക്കുന്നത് പോലെ കാലുകൾ തൂക്കിയിട്ട് കണങ്കാൽ അകറ്റിയിരുന്നു. ഞാൻ തിരിച്ചുപോയി ഗേറ്റിനരികിൽ തന്നെ ഇരുന്ന് ആലോചിച്ചു. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ കൂടെ വരാൻ സഹോദരൻ ഉളൂ ചെയ്തിരുന്നുവല്ലോ, അവനെ കൂട്ടാതെയാണ് ഞാൻ പോകുന്നത്. അവനെ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോഴാണ് ആരോ വാതിലിൽ പിടിച്ചിടക്കുന്ന ശബ്ദം കേട്ടത്. ആരാണ് എന്ന എൻ്റെ വാക്കിന്റെ ചോദ്യത്തിന് ഉമർ എന്ന പ്രതികരണമുണ്ടായി. താങ്കൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. സലാം പറഞ്ഞ ശേഷം ഉമർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിക്കുന്നുവെന്ന് അറിയിച്ചു. അദ്ദേഹത്തോട് കടന്നു വരാൻ പറയുക, സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുകയും ചെയ്യുക എന്നവിടുന്ന് പറഞ്ഞു. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു.
താങ്കൾക്ക് അനുമതി നൽകുകയും സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് അറിയിച്ചു. അദ്ദേഹം കടന്നു ചെന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടതുവശത്തായി കിണറിന്റെ വക്കിൽ ഇരു കാലുകളും കിണറിലേക്ക് തൂക്കിയിട്ടിരുന്നു. ഞാൻ വീണ്ടും തിരിച്ചു വന്ന് ഗേറ്റിനരികിലിരുന്ന് ആത്മഗതം ചെയ്തു, അള്ളാഹു എന്റെ അനുജന ഗുണം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോഴേക്കും ഗേറ്റ് ശബ്ദിച്ചു. ആരാണതെന്ന് എന്റെ ചോദ്യത്തിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പ്രതികരണമുണ്ടായി. താങ്കൾ അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് വിവരം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അനുമതി നൽകി. വിപത്തുകൾ ബാധിച്ച ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രകാരം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം കടന്നു ചെന്നു. കിണർ വക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികെ വഴിവില്ലാത്തതിനാൽ നേരെ എതിർവശത്ത് നബിക്ക് അഭിമുഖമായിരുന്നു. നിവേദകരിൽ ഒരാളായ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ 3 പേരും കിണറിന്റെ പടവിൽ ഇരുന്ന രീതി അവരുടെ ഖബർ എങ്ങനെ ആയിരിക്കുമെന്നതിനുള്ള സൂചനയാണെന്നാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു നിവേദനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കാവൽ നിൽക്കാൻ കൽപ്പിച്ചുവെന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സുവിശേഷം അറിയിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്നും അല്ലാഹു സഹായിക്കുന്നവനാണെന്നും അദ്ദേഹം പറഞ്ഞുവെന്നും കാണാം. ബുഖാരി 7:30-31, മുസ്ലിം 2403-ലും 29-ലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് സഹോദരങ്ങളെ ഇത് വളരെ സൂചിപ്പിക്കുന്നത്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ 3 സ്വഹാബാക്കളുടെയും ഖബറുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന് ഒരു സൂചനയാണ് ഇതെന്ന് ഇന്ന് നമുക്ക് പോയി നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ റൗള ഷരീഫിന്റെ ഉള്ളിൽ, അതിന്റെ തൊട്ടടുത്തായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, അതിന്റെ തൊട്ടടുത്തായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ നേരെ ഓപ്പോസിറ്റിലായിട്ട് ജന്നത്തുൽ ബഖീയിൽ സ്ഥിതി ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനങ്ങളും അത് പിൽക്കാലങ്ങളിലേക്ക് മാതൃകയാകും വിധം ക്രമീകരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ അനുചരന്മാരുടെയും തിരുചര്യകൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കാൻ നമ്മളേവരും ഒരുങ്ങണം. ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നല്ല കാര്യങ്ങളെക്കുറിച്ച്, നല്ലതിനെക്കുറിച്ച് മറ്റുള്ളവരിലേക്ക് അറിയിക്കുക, ആശംസ അറിയിക്കുക, അതിന് ഒരു അനുമതി കൂടിയാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഇബ്നു ശിമാശ റളിയല്ലാഹു അൻഹു നിവേദനം, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മരണാസന്നനായ വേളയിൽ ഞങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു. അദ്ദേഹം കുറെ നേരം കരഞ്ഞ് ഭിത്തിയുടെ നേർക്ക് മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അദ്ദേഹത്തിന് മകൻ സമാധാനിപ്പിക്കാൻ തുടങ്ങി, എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, പല സ്വർഗീയ സുഖങ്ങളെ സംബന്ധിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് സുവിശേഷം അറിയിച്ചിട്ടില്ലേ? എന്നിട്ടും എന്തിനാണ് അങ്ങ് കരയുന്നത്? അപ്പോൾ മകന് നേരെ മുഖം തിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളതിൽ വെച്ചേറ്റവും മഹത്തായത് ഷഹാദത്ത് കലിമയാണ്. എൻ്റെ ജീവിതം 3 അവസ്ഥയിലായിരുന്നു. ആദ്യകാലത്ത് ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം വെറുക്കുകയും അവസരം കിട്ടിയാൽ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അന്നെന്നെ പോലെ ദുഷ്ടനായ മറ്റാരും ഉണ്ടാവില്ല. അന്നെങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ നരകാവകാശികളിൽ പെട്ടുപോകുമായിരുന്നു. അതിനുശേഷം അല്ലാഹു എൻ്റെ ഹൃദയത്തിൽ ഇസ്ലാമിനോട് സ്നേഹമങ്കുരിപ്പിച്ചു. ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു, അങ്ങയുടെ തൃക്കൈ നീട്ടിത്തരൂ, ഞാൻ താങ്കളുമായി ബൈഅത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അവിടുന്ന് ആ പുണ്യമാക്കപ്പെട്ട കൈ നീട്ടിയപ്പോൾ ഞാൻ എൻ്റെ കൈ പിൻവലിച്ചു കളഞ്ഞു. അപ്പോൾ അവിടുന്ന് ചോദിച്ചു, അംറേ, നിനക്കെന്തു പറ്റി? ഞാൻ അങ്ങയുമായി ചില വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്ത് വ്യവസ്ഥകളാണ് നീ ഉണ്ടാക്കുന്നത് എന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാപമോചനം ലഭിക്കണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം അതിനു മുമ്പുള്ള തെറ്റുകളെ നിശ്ലേഷം തുടച്ചു നീക്കുമെന്ന് നിനക്കറിയില്ലേ? ഹിജ്റ അതിനു മുമ്പുള്ളതിനെ നിഷ്കാസനം ചെയ്യുമെന്നും ഹജ്ജ് അതിനു മുമ്പുള്ളതിനെ നിഷ്കാസനം ചെയ്യുമെന്നും നിനക്കറിയില്ലേ? രണ്ടാമത്തെ അവസ്ഥയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടവരും എൻ്റെ കണ്ണിൽ ആദരണീയവരുമായ മറ്റാരുമില്ലായിരുന്നു. ബഹുമാനാദരവിനാൽ കണ്ണു നിറയെ അവിടുത്തെ നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞില്ല.
എന്താ പറഞ്ഞത് സഹോദരങ്ങളെ? രണ്ടാമത്തെ അവസ്ഥ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടവരും എൻ്റെ കണ്ണിൽ ആദരണീയവരുമായ മറ്റാരുമില്ലായിരുന്നു. ബഹുമാനാദരവിനാൽ കണ്ണു നിറയെ അവിടുത്തെ നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വന്തം മുമ്പിലുണ്ടായിട്ടും കണ്ണു നിറയെ കാണാൻ കഴിയാതിരുന്നു എന്ന് അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വർണ്ണിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്ന പക്ഷം എനിക്കതിന് കഴിയുകയില്ല. കാരണം അവിടുത്തെ കണ്ടു മതിയാകും വിധം ആ മുഖത്തേക്ക് നോക്കി നിൽക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ആ സ്ഥിതിയിൽ മരിക്കുന്ന പക്ഷം ഞാൻ സ്വർഗാവകാശികളിൽ പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മൂന്നാമത്തെ അവസ്ഥയിൽ ഞങ്ങൾ പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. അതിനെന്താണ് എൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല. ഞാൻ മൃതി അടഞ്ഞാൽ വിലപിക്കുന്നവളോ അഗ്നിയോ എന്നെ അനുഗമിക്കാൻ അനുവദിക്കരുത്. എന്നെ കബറടക്കിയാൽ എൻ്റെ മേൽ മണ്ണു വാരിയിടുക. ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വീതിച്ചു കൊടുക്കുന്ന അത്രയും സമയം നിങ്ങൾ എൻ്റെ ചുറ്റും നിൽക്കുക. അത്രയും സമയമെങ്കിലും ഞാൻ നിങ്ങളുമായി സല്ലപിക്കട്ടെ. എൻ്റെ നാഥൻ്റെ ദൂതന്മാരോട് ഞാൻ എന്ത് മറുപടി നൽകണമെന്ന് ആലോചിക്കുകയും ചെയ്യട്ടെ. മുസ്ലിം 121 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ സഹോദരങ്ങളെ ഈ പറഞ്ഞത്? നമ്മൾ ചിന്തിക്കുക. ഒരുപാട് മേഖലകൾ പ്രതിപാദിക്കുന്ന ഒരു ഹദീസാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വർണ്ണന അത് എത്ര തന്നെ ആയാലും അദ്ദേഹത്തിന് മതി വരില്ല എന്ന് അംർ റളിയല്ലാഹു അൻഹു പറയുന്നു. അംർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുന്നു, പ്രവാചകനെ വർണ്ണിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന്, പ്രവാചകനെ വർണ്ണിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന്. അദ്ദേഹത്തിന് കഴിയുകയില്ല എന്ന് അദ്ദേഹം ആത്മഗതം ചെയ്യുകയാണ്. മൂന്നാമത്തെ അവസ്ഥ അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ അവസ്ഥ എന്താ? പല കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ മൃതിയടഞ്ഞാൽ വിലപിക്കുന്നവളോ അഗ്നിയോ എന്നെ അനുഗമിക്കാൻ അനുവദിക്കരുത്. വിലപിക്കുന്ന പെൺകണ്ണുങ്ങളോ അല്ലെങ്കിൽ വിലപിക്കുന്ന ആളുകളൊന്നും എൻ്റെ ജനാസയുടെ കൂടെ ഉണ്ടാകരുത് എന്ന് അദ്ദേഹം വസിയത്ത് ചെയ്യുകയാണ്. അഗ്നിയും ഉണ്ടാകരുതെന്ന് അദ്ദേഹം വസിയത്ത് ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം മരിച്ച് കബറിൽ നിങ്ങൾ മറവ് ചെയ്താൽ ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്ന ഒരു സമയം നിങ്ങൾ അവിടെ നിൽക്കണമെന്ന് അദ്ദേഹം അവിടുത്തെ മകനോട് അപേക്ഷിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കും, നമുക്കൊക്കെ മരണം വരാനുണ്ട് എന്ന ചിന്ത ഓരോ മനുഷ്യനെയും അലട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെയൊക്കെ ജീവിതം വിജയത്തിൽ കലാശിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുയിലേക്ക് നമ്മൾ ആണ്ടുപോകുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം വിജയത്തിൽ അവസാനിക്കണമെങ്കിൽ, വിജയത്തിൽ എത്തിച്ചേരണമെങ്കിൽ നമ്മളെല്ലാവരും തന്നെ മരണത്തെ ഓർക്കുകയും ആ മരണത്തെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതം വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അധ്യായം 96 യാത്ര പറയലും വസിയത്തും. യാത്ര പറച്ചിലിനെ കുറിച്ചും വസിയത്തിനെ കുറിച്ചും പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, അതുകൊണ്ട് മതനിയമങ്ങൾ കൊണ്ട് ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് വസിയത്ത് ചെയ്തു, എൻ്റെ മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ഇസ്ലാമിനെ മതമായി തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. അതിനാൽ നിങ്ങൾ മുസ്ലിമായല്ലാതെ മരിക്കാൻ ഇടവരരുത്. യാക്കൂബ് നബിക്ക് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ അവിടെ സന്നിഹിതരായിരുന്നു. എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുകയെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവരുടെയും ആരാധനായ ഏക ഇലാഹിനെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക. ഞങ്ങൾ അവനെ അനുസരിക്കുന്നവരാണ്. അൽ ബഖറ 132 133 ആയത്ത്. 712 ഹദീസാണ്. നബി കുടുംബത്തെ ആദരിക്കുന്നത് സംബന്ധമായി മുമ്പ് ഉദ്ധരിച്ച സയ്യിദ് ബിൻ അർഖം നിവേദനം ചെയ്ത ഹദീസ് ഈ വിഷയത്തോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. നമ്മൾ ഏകദേശം 346 ഹദീസ് പറയുകയുണ്ടായി. 346 ഹദീസ് മഹാന്മാരെ കുറിച്ച്, മഹാന്മാരെ ആദരിക്കേണ്ടതിനെ കുറിച്ച് പറഞ്ഞ
ഒരു ഹെഡിങ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഈ ഹദീസ് വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. 346 ഹദീസാണത്. നബി കുടുംബത്തെ ആദരിക്കുന്നതുമായി സംബന്ധമായിട്ട് വന്ന് പറഞ്ഞ ഹദീസുകൾ. അത് ഈ അധ്യായത്തോട് യോജിക്കുന്ന ഒരു ഹദീസാണ്. ഇനി 713 ഹദീസ്. മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു നിവേദനം. ഞങ്ങൾ ഏതാനും യുവാക്കൾ, എല്ലാവരും സമപ്രായക്കാർ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. 20 രാത്രികൾ ഞങ്ങൾ അവിടെ താമസിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ദയാലുവും അനുകമ്പയുള്ളവരുമായിരുന്നു. ഞങ്ങൾ കുടുംബങ്ങളെ കാണാൻ ആശിക്കുന്നുവെന്ന് അവിടുന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ചും മറ്റും അവിടുന്ന് അന്വേഷിച്ചു. ഞങ്ങൾ വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകുക, അവരുടെ കൂടെ താമസിക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ കൽപ്പിക്കുകയും ചെയ്യുക. നിശ്ചിത നിസ്കാരങ്ങൾ അതാതിന്റെ സമയത്ത് നിർവഹിക്കുക. നിസ്കാരത്തിന് സമയമായാൽ ഒരാൾ ബാങ്ക് വിളിക്കുകയും നിങ്ങളിൽ പ്രായം കൂടുതലുള്ളയാൾ ഇമാമത്ത് നിൽക്കുകയും ചെയ്യണം. ബുഖാരി 293, മുസ്ലിം 674 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബുഖാരിയുടെ നിവേദനത്തിൽ ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, അപ്രകാരം നിസ്കരിക്കണമെന്ന് കൂടെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം. ഒരിക്കൽ ഞാൻ ഉംറ നിർവഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു. അവിടുന്ന് എനിക്ക് അനുമതി നൽകിക്കൊണ്ട് പറഞ്ഞു, സഹോദര, താങ്കളുടെ ദുആയിൽ ഞങ്ങളെയും മറക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹു സ്മരിക്കുന്നു, ആ വാക്കു കേട്ടപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ടായി. ഈ ദുനിയാവ് മുഴുവൻ ലഭിച്ചാലും അത്രയും സന്തോഷം എനിക്കുണ്ടാവില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. മറ്റൊരു നിവേദനത്തിൽ നിന്റെ ദുആയിൽ ഞങ്ങളെയും പങ്കു ചേർക്കണേ എന്നാണുള്ളത്. അബൂദാവൂദ് 2600 തിർമിദി 3557 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉംറക്കും ഹജ്ജിനുമൊക്കെ പോകുന്നവരോട് നിങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ വരെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഉംറക്ക് പോകുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അവരുടെ വലിപ്പ ചെറുപ്പമല്ല അവിടെ പ്രശ്നം, അവരുടെ വലിപ്പ ചെറുപ്പങ്ങളോ അവരുടെ മഹത്വങ്ങളോ അല്ല അവിടെ പ്രശ്നമെന്ന് നമുക്ക് ഈ ഹദീസുകളിലൂടെ ബോധ്യമാകുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നത്ര ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നോ അവരൊക്കെ എവിടെ വെച്ച് എപ്പോൾ ദുആ ഇരക്കുന്നുവോ ആ ദുആയിലൊക്കെ നമ്മളും ഉൾപ്പെട്ടവരായി അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുകയും ആരുടെ ദുആയിലൂടെയാണ് നമ്മൾ രക്ഷപ്പെടുകയെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയുന്നത്ര ആളുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. അങ്ങനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മറ്റുള്ളവരുടെ ദുആയിലൂടെയൊക്കെ രക്ഷ കിട്ടാൻ അവസരമുണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, കഴിയുന്നത്ര ആരെ തന്നെ പരിചയപ്പെട്ടാലും അവരുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവരുമായി പിരിയുമ്പോൾ അവരോട് പറയുക, നിങ്ങളുടെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണേ, ഞാൻ വസിയത്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം അവരിൽ നിന്നും പിരിയേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സാലിം റളിയല്ലാഹു അൻഹു നിവേദനം. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവരോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, നീ ഇങ്ങോട്ടടുത്ത് വരൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് യാത്ര പറയാറുണ്ടായിരുന്നത് പോലെ ഞാൻ നിന്നോടും യാത്ര പറയട്ടെ. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കും, നിന്റെ ദീനും അമാനത്തും ബാധ്യതകളും നിന്റെ പ്രവർത്തനങ്ങളുടെ പര്യവസാനവും സുരക്ഷിതമാവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. തിർമിദി 3438 3439 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് പ്രാർത്ഥന? അസ്തൗദിഉല്ലാഹു ദീനക വഅമാനതക വഖവാതിമ അമലിക. ഇതാണ് ആ പ്രാർത്ഥന. അസ്തൗദിഉല്ലാഹു ദീനക വഅമാനതക വഖവാതിമു അമലിക. ഈ പ്രാർത്ഥനയായിരുന്നു അവർ നിർവഹിച്ചിരുന്നത്. എന്താ അതിനർത്ഥം? നിന്റെ ദീനും അമാനത്തും ബാധ്യതകളും നിന്റെ പ്രവർത്തനങ്ങളും പര്യവസാനമായും സുരക്ഷിതമാവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ യാത്ര പോകുന്ന ആളുകളോട് അവരുടെ അടുത്ത് നിർത്തിയിട്ട് ഇത്തരം പ്രാർത്ഥനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പറയാറുണ്ടായിരുന്നു എന്ന് ആര് പറയുന്നു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു
പറയാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. അബ്ദുല്ലാഹി ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു നിവേദനം, സനാവീഹത്ത് യാത്രയേക്കാൻ ഉദ്ദേശിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ ദീനും അമാനത്തും കർമ്മങ്ങളും പര്യവസാനവും സുരക്ഷിതമാക്കാൻ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബൂദാവൂദ് 2601 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട്, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഒരു യാത്ര ഉദ്ദേശിക്കുന്നു, എനിക്ക് പാരിതോഷികമായി വല്ലത് നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, നിനക്ക് അള്ളാഹു ഭക്തി വർദ്ധിപ്പിച്ചു തരട്ടെ. ആഗതൻ വീണ്ടും അപേക്ഷിച്ചു, ഇനിയും അല്പം കൂടി ദുആ വേണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, നീ എവിടെ ആയിരുന്നാലും അള്ളാഹു നിനക്ക് നന്മ സുഗമമാക്കി തരട്ടെ. തിർമിദി 3440 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹു പറയുന്നു, നന്മ സുഖമാക്കി തരട്ടെ, നന്മ സുഗമമാക്കി, നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ, അതിനെ സുഗമമാക്കി തരട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചു എന്നാണ്. അതുപോലെ നമ്മുടെ അടുത്തേക്ക് യാത്ര പറഞ്ഞു വരുന്ന ആളുകൾ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യാത്ര ചോദിച്ചു വരുന്ന ആളുകൾക്ക് യാത്രാമംഗളം നേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യണം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. ആ മാതൃക നമ്മൾ ഓരോരുത്തരും പിൻപറ്റണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അധ്യായം 97, നന്മ തേടലും കൂടിയാലോചനയും. നീ അവരോട് കാര്യങ്ങൾ കൂടിയാലോചിക്കണം. ആലി ഇമ്രാൻ 159 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ പരസ്പരം കൂടിയാലോചിക്കുന്നുണ്ട്. ശൂറ സൂറത്തിലെ 38-ാമത്തെ ആയത്ത്. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഖുർആനിലെ സൂറത്തുകൾ പഠിപ്പിച്ചു തന്നതുപോലെ സർവ്വകാര്യങ്ങളും നന്മ ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ വല്ല കാര്യവും ഉദ്ദേശിച്ചാൽ ഫർളല്ലാത്ത 2 റക്അത്ത് നിസ്കരിച്ച് ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുവേ, നിനക്കുള്ള അറിവിന്റെ പേരിൽ ഇക്കാര്യത്തിൽ നന്മയും നിന്റെ ശക്തിയുടെ പേരിൽ ശക്തിയും നിന്റെ അതിമഹത്തായ ഔദാര്യവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിശ്ചയം നീ കഴിവുള്ളവനാണ്, എനിക്കൊരു കഴിവുമില്ല. നീ അറിയുന്നവനാണ്, എനിക്കൊരു അറിവുമില്ല. നീ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവനാണ്. അല്ലാഹുവേ, ഇക്കാര്യം എൻ്റെ ദീനിനും ജീവിതത്തിനും കാര്യങ്ങളുള്ള പരിസമാപ്തിക്കും ഇഹപര ജീവിതത്തിനും നന്മയാണെന്ന് നീ അറിയുന്ന പക്ഷം അതെനിക്ക് നീ വിധിക്കുകയും എളുപ്പമാക്കി തരികയും എനിക്ക് ബറക്കത്ത് ചെയ്യുകയും ചെയ്യണമേ. അല്ലാഹുവേ, ഈ കാര്യം എൻ്റെ ദീനിനും ജീവിതത്തിനും കാര്യപരിസമാപ്തിക്കും ഇഹപര ജീവിതത്തിനും തിന്മയായി തീരുമെന്ന് നീ അറിയുന്നെങ്കിൽ എന്നെ അതിൽ നിന്നും തിരിച്ചു കളയണമേ. നന്മ എവിടെയാണെങ്കിലും അതെനിക്ക് നീ വിധിക്കുകയും അതിനാൽ എന്നെ സംതൃപ്തനാക്കുകയും ചെയ്യണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനുശേഷം നിന്റെ ആവശ്യം പറഞ്ഞുകൊള്ളുക. ബുഖാരി 340 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സുദീർഘമായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന നിർവഹിച്ച ശേഷം നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാലും ആ കാര്യങ്ങൾ അള്ളാഹുവിനോട് തുറന്നു പറയുകയും അതിനുശേഷം നമ്മൾ ആ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിൻ്റെ തിരു റസൂല് ഇവിടെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. എന്താണ് ആ പ്രാർത്ഥന? اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. اللهم إن كنت تعلم أن هذا الأمر خيرا لي في دينه ومعاشي وعاقبة أمره عاجل أمره وآجله فقدره لي ويسره لي ثم بارك لي فيه. وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبه أمري آجل أمري وآجله فأصرف عني وأصرفني عني واقدر لي الخير حيث كان ثم أرضني به. ഇതാണ് ആ പ്രാർത്ഥന. ഞാൻ ഒന്നുകൂടെ പറയാം. اللهم إني أستخيرك بعلمك
وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر اللهم إن كنت تعلم أن هذا الأمر خيرا لي في ديني ومعاشي وعاقبه أمري عاجل أمري وآجله فاقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبه أمري عاجل أمره وآجله ഫസ്രിഫ് അന്നി. ഈ പ്രാർത്ഥനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം പ്രാർത്ഥനകൾ നിർവഹിച്ച ശേഷം നമ്മൾ നമ്മളുടെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുക. തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായം ആ കാര്യത്തിലുണ്ടാകുക തന്നെ ചെയ്യും. നമ്മുടെ ആത്മാർത്ഥതയുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥതയുള്ള പ്രവർത്തനവുമാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അതിൽ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രവാചകചര്യ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. അധ്യായം 98, പോകാനൊരു വഴി, തിരിച്ചു വരാനൊരു വഴി. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് വഴി മാറി സഞ്ചരിക്കാറുണ്ടായിരുന്നു. ബുഖാരി 2392 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു വഴിക്ക് പോയിട്ട് മറ്റൊരു വഴിക്ക് മടങ്ങുമെന്ന് ചുരുക്കം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഷജറ വഴി പുറത്തേക്ക് പോവുകയും മുഅറസ് വഴി തിരിച്ചു വരികയുമാണ് പതിവ്. മക്കയിൽ പ്രവേശിക്കുമ്പോൾ സനിയത്തുൽ ഉൽയായിലൂടെ പ്രവേശിക്കുകയും സനിയത്തുൽ സുഫ്ലായിലൂടെ പുറത്തു പോവുകയും ചെയ്തിരുന്നു. ബുഖാരി 3:310-347, മുസ്ലിം 1257 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളും അത്തരം മാർഗങ്ങൾ പിന്തുടരുക. പള്ളിയിലേക്ക് പോകുമ്പോൾ ഒരു വഴിയും പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മറ്റൊരു വഴിയും നമ്മൾ കണ്ടെത്തുക. അതായിരിക്കും ഉത്തമം. ഇനി ഒരേ വഴിയുള്ളെങ്കിൽ അത് തന്നെ തുടരുക. അതിനെ ബുദ്ധിമുട്ടിയിട്ട് മറ്റൊരു വഴി കണ്ടെത്തണമെന്നില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം ഒരു വഴിയിലൂടെ പോയി മറ്റൊരു വഴിയിലൂടെ തിരിച്ചു വരലായിരുന്നു. അതെന്തിനാ? കൂടുതൽ ആളുകൾ, കൂടുതൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ തൻ്റെ നന്മയ്ക്ക് സാക്ഷി നിൽക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ പുണ്യം ലഭിക്കുകയും നമുക്ക് കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് അയച്ചത് നമുക്ക് ഓരോ ജീവിത രീതികൾ കാണിച്ചു തരാനായിരുന്നു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ മാതൃക നമ്മിലേക്ക് എത്തിക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ പ്രവാചക മാതൃക പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതിന് നാം ചെയ്യേണ്ടത് ആദ്യം വിജ്ഞാനം കരസ്ഥമാക്കുകയും ആ വിജ്ഞാനമനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിത രീതികളെ മാറ്റിമറിക്കുകയും ആ ജീവിത രീതിയെ മറ്റുള്ളവരിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. നമ്മൾ സ്വയം നന്നായാൽ നമ്മുടെ ജീവിത രീതികൾ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് ആകൃഷ്ടരാകുകയും തീർച്ചയായിട്ടും അതിലൂടെ നമ്മുടെ ജീവിത രീതി മറ്റുള്ളവരിലേക്ക് പകർത്താനും സാധിക്കും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയാകണം. അത് നമ്മുടെ ഡ്രസ്സ് കോഡിൽ വരെ അത് നിലനിൽക്കണം. നമ്മുടെ നെരിയാളിൻ്റെ താഴെ നമ്മുടെ വസ്ത്രം ഇറങ്ങരുത്. അതുപോലെ തന്നെ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ച പോലെ ഫുൾ കൈ ഷർട്ട് തന്നെ ധരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങൾ?
അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രരീതികൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിലൂടെ, ഞാൻ കഴിഞ്ഞ കാല ഹദീസുകളിലൂടെ പറഞ്ഞിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത്, അവിടുത്തെ വസ്ത്രധാരണ രീതി പോലും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കിക്കൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ മാതൃക മറ്റുള്ളവർ പിന്തുടരുന്നതിലൂടെ നമുക്ക് ഒരു പുണ്യം ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ ദീനി പ്രബോധന രംഗങ്ങളിൽ മികച്ചു നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സംരംഭം വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എത്തിക്കുകയും കൂടുതൽ പേരിലേക്ക് ഈ ഹദീസ് ക്ലാസ് എത്തിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഇതിന് നമ്മൾ കേട്ടതും പറഞ്ഞതുമൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നാളെ സ്വലോക സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരവസരം ഇത് കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം എന്നെ ഈ പാപിയായ എന്നെ നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന വസിയത്തോടു കൂടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.